കാർത്തവീര്യ രാജാവ് ബലാത്കാരമായി കാമധേനുവിനെ പിടിച്ചുകൊണ്ടുപോകാൻ തുനിഞ്ഞു. ഇതു കണ്ട ജമദഗ്നി മഹർഷി ഒറ്റയ്ക്ക് നിന്ന് രാജാവിനോട് യുദ്ധം ആരംഭിച്ചു. രാജാവ് പ്രയോഗിച്ച അസ്ത്രങ്ങളെല്ലാം മന്ത്രശക്തിയാൽ മഹർഷി നശിപ്പിച്ചു. ഇപ്രകാരം മുനി അയച്ച ശസ്ത്രാസ്ത്രങ്ങളൊക്കെ തന്നെ രാജാവും നശിപ്പിച്ചു. രാജാവ് അയച്ച ശൂലം മുനി മുറിച്ചു കളഞ്ഞു. മഹർഷി ജൃംഭണാസ്ത്രം കൊണ്ട് ആന, കുതിര മുതലായവ ഉൾപ്പെടെ മുഴുവൻ സൈന്യത്തെയും ഉറക്കി. രാജാവ് ഉറങ്ങിയതായി കണ്ട് കാമധേനുവിനോടൊപ്പം ആശ്രമത്തിലേക്ക് പോകാൻ മുനി ശ്രമിച്ചു. അപ്പോഴേക്കും ഉണർന്ന രാജാവ് അവരെ തടഞ്ഞു. പേടിച്ചു പോയ കാമധേനു സ്വന്തം സ്ഥാനത്തേക്ക് പോയി. മുനി അമ്പും വില്ലുമായി യുദ്ധം തുടർന്നു. രാജാവ് തൊടുത്ത ബ്രഹ്മാസ്ത്രത്തെ മുനി ബ്രഹ്മാസ്ത്രം കൊണ്ട് തന്നെ തടുത്തു. കൂടുതൽ ക്രുദ്ധനായ രാജാവ് ദത്താത്രേയൻ നൽകിയതും ഒരാളെ കൊല്ലാൻ സാധ്യമായതുമായ വേല് കയ്യിലെടുത്തു. ജ്വലിക്കുന്ന അതിൻ്റെ പ്രകാശം കൊണ്ട് ദേവന്മാരുടെ എന്നല്ല നാരായണൻ്റെ പോലും പ്രഭ അസ്തമിച്ചുപോയി. ആ വേല് മുനിയുടെ നേരെ പ്രയോഗിക്കുന്നത് കണ്ട ദേവന്മാർ ഹാഹാ എന്ന് നിലവിളിച്ചു. ആ വേൽ മുനിയുടെ മാറിടം ഭേദിച്ച് വിഷ്ണു സമീപം എത്തിച്ചേർന്നു. മരിച്ചു വീണ മുനിയിൽ നിന്നും ഉയർന്ന തേജസ് ബ്രഹ്മലോകവും പ്രാപിച്ചു. കാമധേനു ആവട്ടെ താതാ താതാ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഗോലോകത്തേക്ക് പോയി. അവിടെ ചെന്ന് ശ്രീകൃഷ്ണനോട് വാർത്തകൾ അറിയിച്ചു. കാമധേനുവിൻ്റെ കണ്ണുനീർത്തുള്ളുകൾ കൊണ്ടാണത്രേ ഭൂമിയിൽ രത്നസമൂഹം ഉണ്ടായത്. രാജാവ് സ്വന്തം സൈന്യങ്ങളെ ഉണർത്തിയ ശേഷം മുനിയെ വധിച്ചതിന് പ്രായശ്ചിത്തവും ചെയ്ത് സ്വന്തം രാജധാനിയിലേക്ക് പോയി. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ മഹാദേവൻ പരശുരാമന് നൽകിയ ത്രൈലോക്യ വിജയം എന്ന കവചമാണ് ഈ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നത്. തൻ്റെ പ്രാണനാഥൻ കൊല്ലപ്പെട്ടതായി കണ്ട രേണുക ആ മൃതദേഹം മാറോടണച്ച് മോഹാലസ്യപ്പെട്ടു വീണു. മോഹാലസ്യത്തിൽ നിന്നും ഉണർന്ന ആ പതിവ്രത രാമ രാമ വരൂ എന്ന് ഉറക്കെ നിലവിളിച്ചു കരഞ്ഞു. ക്ഷണനേരം കൊണ്ട് പുഷ്കരത്തിൽ നിന്നും എത്തിച്ചേർന്ന രാമൻ അമ്മയെ നമസ്കരിച്ചു. വാർത്തകളെല്ലാം അറിഞ്ഞ രാമൻ അച്ഛനെ വിളിച്ചു കരഞ്ഞു. ചന്ദനം കൊണ്ടുള്ള ചിതയിൽ ജമദഗ്നി മഹർഷിയെ ദഹിപ്പിച്ച ശേഷം രാമൻ യുദ്ധത്തിന് പുറപ്പെട്ടു. രേണുക പറഞ്ഞു, മകനെ രാമ, നീയിപ്പോൾ ക്ഷത്രിയരോട് യുദ്ധത്തിന് പോകരുത്. അതൊരിക്കലും സുഖപ്രദമാവുകയില്ല. പക്ഷേ അമ്മ പറഞ്ഞത് ചെവിക്കൊള്ളാതെ ഭൂമിയിലുള്ള ക്ഷത്രിയരെ മുഴുവൻ 21 പ്രാവശ്യം വധിക്കും എന്ന് ഉഗ്രമായ പ്രതിജ്ഞ ചെയ്തു. കാർത്തവീര്യനെ ആദ്യം തന്നെ വധിക്കും. ക്ഷത്രിയുടെ രക്തം കൊണ്ട് ഉണ്ടാക്കിയ തടാകത്തിൽ പിതൃക്കൾക്ക് തർപ്പണം നടത്തും. ഇപ്രകാരം പ്രതിജ്ഞ ചെയ്ത് അമ്മയുടെ മുന്നിലിരുന്ന് രാമൻ വീണ്ടും കരഞ്ഞു. രാമൻ അമ്മയോട് പറഞ്ഞു, പിതൃഹന്താവിനെ കൊല്ലാത്തവൻ രൗരവം എന്ന നരകത്തിൽ പതിക്കും. രാമൻ ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭൃഗു മഹർഷി അവിടെ എത്തിച്ചേരുന്നത്. രേണുകയും രാമനും അദ്ദേഹത്തെ നമസ്കരിച്ചു. അദ്ദേഹം പരലോകഹിതങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞുകൊടുത്തു. എൻ്റെ വംശത്തിൽ ജനിച്ച ജ്ഞാനിയായ നീ എന്തുകൊണ്ടാണ് കരയുന്നത്? സംസാരത്തിൽ ചരാചരങ്ങളെല്ലാം ജലത്തിലെ കുമിളകൾക്ക് തുല്യമാണ്. സത്യസാരമായ കൃഷ്ണനെ ചിന്തിക്കൂ. പോയത് പോയി കഴിഞ്ഞു മകനെ, അതൊരിക്കലും തിരിച്ചു വരികയില്ല. വരേണ്ടതെല്ലാം വരും. പൂർവാർജിതമായിട്ടുള്ള കർമ്മഫലം ആർക്കാണ് തടുക്കാൻ കഴിയുക? കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമെല്ലാം ഭഗവാൻ അറിയുന്നു. ശ്രീകൃഷ്ണൻ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റുവാൻ ആർക്കാണ് സാധ്യമാവുക? പഞ്ചഭൂതമയമായ ഈ ശരീരവും പേരും എല്ലാം സ്വപ്ന സദൃശമാണ്. ആത്മാവ് ശരീരം വിട്ടുപോയി കഴിഞ്ഞാൽ വിശപ്പ്, ഉറക്കം, ദയ, ശാന്തി, ക്ഷമ, കാന്തി എല്ലാം പോകും. ആര് ആരുടെ പുത്രൻ? ആര് ആരുടെ പിതാവ്? അറിവുള്ളവർ കരയുകയില്ല. കരഞ്ഞാൽ മരിച്ചവർക്ക് നരകം ലഭിക്കും. 100 വർഷം കരഞ്ഞാലും മരിച്ചവർ തിരിച്ചു വരില്ല. പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരം പഞ്ചഭൂതങ്ങളിൽ തന്നെ ലയിക്കുന്നു. അതിനാൽ വേദോക്തമായിട്ടുള്ള പരലൗകിക കാര്യങ്ങളൊക്കെ ചെയ്യുക. പരലോകത്തിന് ഹിതമായ കാര്യങ്ങൾ ചെയ്യുന്നവനാണ് പുത്രനും ബന്ധുവും. മഹർഷി പറഞ്ഞത് കേട്ട് അവർ ദുഃഖം കുറഞ്ഞവരായിട്ട് ഭവിച്ചു. അതിനുശേഷം
രേണുക പുത്രനെ മാറോട് ചേർത്ത് ഇപ്രകാരം പറഞ്ഞു. വിരോധമില്ലാതിരിക്കുക എന്നതാണ് മംഗളമായിട്ടുള്ളത്. വിരോധം നാശത്തിന് കാരണമാകുന്നു. ക്ഷത്രിയരോട് പോലും വിരോധമുണ്ടാവരുത്. പ്രതിജ്ഞ നിറവേറ്റുകയും വേണം. ബ്രഹ്മാവിനോടും ഭൃഗുമഹർഷിയോടും ആലോചിച്ച് വേണ്ടത് ചെയ്താലും സജ്ജനങ്ങളോടുകൂടിയുള്ള ആലോചന ശുഭം നൽകുന്നതാണ്. ഇത്രയും പറഞ്ഞ് രേണുക ഭർത്താവിനോടൊപ്പം ചിതയിൽ കയറി കിടന്നു. രാമനും സഹോദരങ്ങളും ചിതയ്ക്ക് തീ കൊളുത്തി. രാമ രാമ എന്ന് ഉച്ചരിച്ചുകൊണ്ട് രേണുക ഭസ്മമായി മാറി. ദിവ്യമായ ഒരു രഥത്തിൽ വിഷ്ണുവിൻ്റെ പാർഷദന്മാർ അവിടെ എത്തി. അവരോടൊപ്പം ജമദഗ്നിയും രേണുകയും വൈകുണ്ഠത്തിലെത്തി സുഖമായി വാണു. അനന്തരം രാമൻ സഹോദരന്മാരോടൊപ്പം മഹർഷിമാരുടെ ഉപദേശമനുസരിച്ച് പിതാവിൻ്റെ ശേഷക്രിയകളെല്ലാം നടത്തി. ഭൂമി, പശു, സ്വർണം എന്നിവ ദാനവും ചെയ്തു. അനന്തരം രാമൻ ബ്രഹ്മദേവനെ കാണാനായി ബ്രഹ്മലോകത്തേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയ രാമൻ കൃഷ്ണമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മാവിനെയാണ് കണ്ടത്. ബ്രഹ്മദേവ, അങ്ങയുടെ വംശത്തിൽ ജനിച്ച ജമദഗ്നി മഹർഷിയുടെ പുത്രനാണ് ഞാൻ. ഞങ്ങളുടെ പിതാമഹനും സർവജ്ഞനുമായ അങ്ങയോട് ഞാൻ എന്താണ് പറയേണ്ടത്? കാർത്തവീര്യൻ നായാട്ടിന് വന്നു. വിശന്നു വലഞ്ഞിരിക്കുന്നതായി കണ്ട് അച്ഛൻ വിളിച്ച് സൽക്കരിച്ചു. രാജാവ് കാമധേനുവിനെ യാചിച്ചു. കൊടുക്കാതിരുന്നപ്പോൾ യുദ്ധം തുടങ്ങി. ആ യുദ്ധത്തിൽ എൻ്റെ അച്ഛനെ വധിച്ചു. എൻ്റെ അമ്മയുടെ വാക്കനുസരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ശത്രുസംഹാരത്തിന് എനിക്ക് അവിടുന്ന് ഉപായം പറഞ്ഞു തന്നാലും. ആ രാജാവ് ധർമ്മിഷ്ഠനാണ്, ദയാലുവാണ്, പൂജ്യനുമാണ്. രാമൻ്റെ ഈ വാക്ക് കേട്ട് ബ്രഹ്മദേവൻ രാമനെ മാറോട് ചേർത്ത് ആശീർവാദങ്ങൾ നൽകി. രാമൻ ചെയ്ത ദുഷ്കരമായ പ്രതിജ്ഞ കേട്ട് ബ്രഹ്മാവ് അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു. മകനെ, നീ ചെയ്തിരിക്കുന്ന ഈ പ്രതിജ്ഞ വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. അനേകം ആളുകളുടെ ജീവൻ നശിപ്പിക്കുന്നതുമാണ്. ഭൂമിയിൽ ക്ഷത്രിയർ ഇല്ലാതിരിക്കുക എന്നത് വളരെ ദുഷ്കരമാണ്. നീ ശ്രീ മഹാദേവനെ ശരണം പ്രാപിച്ചാലും ശങ്കരൻ്റെ കിങ്കരന്മാരായി ധാരാളം രാജാക്കന്മാരുണ്ട്. അവർ മഹാദേവൻ്റെയും ശക്തിയുടെയും കവചം ധരിക്കുന്നു. ശ്രീശങ്കരൻ്റെ അനുജ്ഞ കൂടാതെ അവരെ കൊല്ലാൻ സാധ്യമല്ല. ശങ്കരനിൽ നിന്നും ശ്രീകൃഷ്ണ മന്ത്രം സ്വീകരിക്കൂ. ദുർലഭമായിട്ടുള്ള വൈഷ്ണവ തേജസ്സുകൊണ്ട് ശൈവശാക്ത തേജസ്സുകളെ ജയിക്കാവുന്നതാണ്. ശിവൻ നിനക്ക് എല്ലാ ജന്മത്തിനും ഗുരുവായിരുന്നു. കർമ്മഫലമായിട്ടാണ് ഗുരുവിനെയും മന്ത്രവും ലഭിക്കുന്നത്. ത്രൈലോക്യ വിജയം എന്നു പേരായ കവചം സ്വീകരിച്ചുകൊണ്ട് നിന്റെ പ്രതിജ്ഞ നിനക്ക് നിറവേറ്റാൻ സാധിക്കുന്നതാണ്. ദിവ്യമായ പാശുപതാസ്ത്രവും ശ്രീ മഹാദേവൻ നിനക്ക് നൽകുന്നതാണ്. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം രാമൻ ശിവലോകത്തേക്ക് പുറപ്പെട്ടു. മനോഹരമായ ശിവലോകം. വലതുവശത്ത് വൈകുണ്ഠം, ഇടതുവശത്ത് ആദിപരാശക്തിയായ ഗൗരിയുടെ ലോകവും, അതിൻ്റെ മുകളിൽ ഗോലോകം. അതിനു മുകളിൽ ലോകങ്ങളില്ല. വിശ്വകർമാവ് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. ശങ്കരൻ സ്വയം നിർമ്മിച്ചതാണ് അത്. ശ്രീ മഹാദേവൻ്റെ സഭ കണ്ട് രാമൻ അത്ഭുതപ്പെട്ടു പോയി. ആ സഭയിൽ ശ്രീ മഹാദേവനും തൃശൂലധാരിയും വ്യാക്ര ചർമ്മം ധരിച്ചവനും ഭസ്മഭൂഷിതനും നാഗത്തെ പൂണൂലാക്കിയവനും കോടി സൂര്യന്മാരെപ്പോലെ ശോഭിക്കുന്നവനും ആത്മാരാമനും മന്ദസ്മിതം പൂണ്ട് പ്രസന്നവദനുമായി ശ്രീ പാർവതിയോടൊപ്പം രത്നസിംഹാസനത്തിൽ ഇരിക്കുന്ന ശ്രീ മഹാദേവനെ ദർശിച്ചു. ചുറ്റും ശിഷ്യന്മാർ സേവിച്ചുകൊണ്ട് നിൽക്കുന്നു. യോഗികളും സിദ്ധന്മാരും പാർഷദന്മാരും സേവിച്ചുകൊണ്ട് നിൽക്കുന്നു. ശങ്കരൻ പരമാത്മാവായിട്ടുള്ള കൃഷ്ണനെ ധ്യാനിക്കുന്നു. ഭൂതഗണങ്ങൾ, രുദ്രന്മാർ, ക്ഷേത്രപാലർ മുതലായവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ശ്രീ മഹാദേവൻ്റെ ഇടതുഭാഗത്തായി കാർത്തികേയനും വലതുഭാഗത്ത് ഗണേശനും മടിയിൽ പർവ്വതപുത്രിയായ പാർവതിയും മുന്നിൽ നന്ദികേശ്വരനും. രാമൻ പ്രവേശിച്ചു. ഭഗവാനെ വണങ്ങി, എല്ലാവരെയും വണങ്ങി. അതിനുശേഷം ശങ്കരനെ സ്തുതിച്ചു. ഭഗവാന്റെ തൃപ്പാദപത്മങ്ങളിൽ പ്രണമിച്ചു കിടക്കുന്ന രാമനോട് പ്രസന്നനായി തീർന്ന ശങ്കരൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ഭഗവാൻ ചോദിച്ചു, വടുവായ നീ ആരാണ്? ആരുടെ പുത്രനാണ്? എവിടെയാണ് വസിക്കുന്നത്? എന്തിനാണ് ഇവിടെ വന്നത്? രാമൻ പറഞ്ഞു, ഞാൻ ജമദഗ്നി മഹർഷിയുടെ പുത്രനാണ്. രേണുകയാണ് അമ്മ.
പരശുരാമൻ എന്നാണ് എൻ്റെ പേര്. മൃഗയാ വിനോദത്തിനു വേണ്ടി കാട്ടിലെത്തി ആഹാരമില്ലാതെ ക്ഷീണിച്ച കാർത്തവീര്യന് എൻ്റെ പിതാവ് ആതിഥ്യം നൽകി. കാമധേനുവിനെ യാചിച്ചിട്ട് കൊടുക്കാതിരുന്നപ്പോൾ യുദ്ധത്തിൽ എൻ്റെ അച്ഛനെ വധിച്ചു. മാതാവ് പിതാവിനെ അനുഗമിച്ചു. ദുഃഖിതനായ ഞാൻ 21 പ്രാവശ്യം ക്ഷത്രിയരെ ഉന്മൂലനം ചെയ്യുമെന്ന് ഉഗ്രമായ പ്രതിജ്ഞയും ചെയ്തു. അങ്ങ് എന്നെ ശിഷ്യനായി സ്വീകരിക്കുമാറാകണം. അങ്ങ് എൻ്റെ പിതാവും പാർവതീദേവി എൻ്റെ അമ്മയുമാകണമല്ലോ. പരശുരാമൻ പറഞ്ഞതെല്ലാം കേട്ട് ഭഗവാൻ പാർവതിയുടെ മുഖത്ത് നോക്കി. പാർവതി തൊണ്ട വരണ്ടവളായി ഇരുന്നുപോയി. പിന്നീട് ദേവി ഇങ്ങനെ പറഞ്ഞു: 21 പ്രാവശ്യം ഭൂമിയെ ക്ഷത്രിയരില്ലാത്തവരാക്കും എന്ന് പ്രതിജ്ഞ ചെയ്തത് സാഹസമായിപ്പോയി. അസ്ത്രമൊന്നുമില്ലാതെ ഭഗവാൻ കാർത്തവീര്യനെ കൊല്ലാൻ പോകുന്നു. അദ്ദേഹത്തിൻ്റെ ലീല കൊണ്ട് തന്നെ രാവണൻ പരാജയപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ദത്താത്രേയൻ ശ്രീകൃഷ്ണ കവചം നൽകിയിട്ടുണ്ട്. വ്യർത്ഥമാകാത്ത ഒരു വേലുമുണ്ട്. അതുകൊണ്ടാണ് അങ്ങയുടെ പിതാവിനെ കൊന്നത്. അദ്ദേഹം എന്നും വിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ കൊല്ലാൻ ഈ ഭൂമിയിൽ ആർക്കും സാധിക്കും എന്ന് തോന്നുന്നില്ല. അല്ലേ വിപ്ര, നീ തിരിച്ചു പോകൂ. ഭഗവാൻ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഭദ്രകാളിയും ഇപ്രകാരം തന്നെ അനുകൂലിച്ചു പറഞ്ഞു. ചന്ദ്രനെ കൈകൊണ്ട് പിടിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ ഈ ഭൂമിയെ ക്ഷത്രിയരോടുകൂടി ഇല്ലാതാക്കാൻ നീ ആഗ്രഹിക്കുന്നു. യജ്ഞങ്ങൾ ചെയ്ത് മഹാപുണ്യം സമ്പാദിച്ചവരും പരാക്രമശാലികളുമായിട്ടുള്ള എൻ്റെ ഭൃത്യന്മാരെ കൊല്ലാൻ നീ ആഗ്രഹിക്കുന്നുവോ? അവർ ഇപ്രകാരം പറഞ്ഞപ്പോൾ പരശുരാമൻ ഉറക്കെ കരയുകയും അവരുടെ മുമ്പിൽ വെച്ച് പ്രാണൻ ത്യജിക്കാൻ തയ്യാറാവുകയും ചെയ്തു. രാമൻ്റെ രോദനം കേട്ട് ദയാനിധിയായിട്ടുള്ള ഭഗവാൻ പാർവതിയെയും ഭദ്രകാളിയെയും നോക്കി അവരുടെ ആഗ്രഹം മനസ്സിലാക്കി അവരുടെ അനുമതിയോടുകൂടി ഇപ്രകാരം പറഞ്ഞു: കുട്ടി, നീ ഇന്ന് തുടങ്ങി എനിക്ക് പുത്രതുല്യനാണ്. 3 ലോകങ്ങളിലും ദുർലഭമായിട്ടുള്ള മന്ത്രം ഞാൻ നിനക്കു തരാം. ഇപ്രകാരം പരമാത്ഭുതമായിട്ടുള്ള കവചവും തരാം. എൻ്റെ പ്രസാദം കൊണ്ട് നിഷ്പ്രയാസം കാർത്തവീര്യാർജുനെ വധിക്കാവുന്നതാണ്. 21 പ്രാവശ്യം ഭൂമിയെ ക്ഷത്രിയർ ഇല്ലാതാക്കുകയും ചെയ്യും. ഇത്രയും പറഞ്ഞ് ഭഗവാൻ ദുർലഭമായിട്ടുള്ള മന്ത്രവും ത്രൈലോക്യ വിജയം എന്ന കവചമന്ത്രവും നൽകി അനുഗ്രഹിച്ചു. മന്ത്രസിദ്ധി ഉണ്ടാകാൻ വേണ്ടിയുള്ള അനുഷ്ഠാനങ്ങളും നൽകി. വേദാംഗാദികൾ പഠിപ്പിച്ചു കൊടുത്തു. നാഗപാശം, പാശുപതം, നാരായണാസ്ത്രം, ബ്രഹ്മാസ്ത്രം എന്നിവയും ഉപദേശിച്ചു. അവയുടെ പ്രയോഗങ്ങളും മന്ത്രവും തിരിച്ചെടുക്കാനുള്ള വിദ്യകളും ഉപദേശിച്ചു. തൻ്റെ സൈന്യങ്ങളുടെ രക്ഷയും ശത്രു സൈന്യങ്ങളുടെ നാശവും വരുത്താനുള്ള ഉപായങ്ങളും പറഞ്ഞുകൊടുത്തു. ഗുരുവായ മഹാദേവനോടൊപ്പം കുറച്ചു കാലം വസിച്ച് തീർത്ഥത്തിൽ പോയി മന്ത്രസിദ്ധി വരുത്തി എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് രാമൻ തിരിച്ചുപോയി. ബ്രഹ്മവൈവർത്ത പുരാണം ഗണപതിഖണ്ഡം അധ്യായം 27, 28, 29, 30 എന്നീ അധ്യായങ്ങളുടെ സംക്ഷിപ്തമായ ഒരു വിവരണമാണ് ഇവിടെ നൽകിയത്. ശ്രീകൃഷ്ണ കവചം എന്ന ത്രൈലോക്യ വിജയ കവചം ശ്രീ മഹാദേവൻ പരശുരാമന് പ്രദാനം ചെയ്യുന്നു. അത് ലഭിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് കാർത്തവീര്യാർജുനെ വധിക്കുവാനും തുടർന്ന് അങ്ങോട്ട് വിജയം നേടാനും സാധ്യമായത്. ബ്രഹ്മവൈവർത്ത പുരാണത്തിലെ 31 അധ്യായത്തിലാണ് ശ്രീകൃഷ്ണ കവചമുള്ളത്. കഥയുടെ ഈ ഭാഗങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നാരായണ മഹർഷിയോട് നാരദൻ ചോദിച്ചു: കൃപാനിധിയായിട്ടുള്ള ഭഗവാൻ ശ്രീ പരമേശ്വരൻ പരശുരാമന് നൽകിയ മന്ത്രം ഏതാണ് എന്നും കവചമേതാണെന്നും അവയുടെ ഫലങ്ങൾ എന്താണെന്നും അവിടുന്ന് എനിക്ക് പറഞ്ഞു തന്നാലും. നാരായണ മഹർഷി മറുപടിയായിട്ട് ഇപ്രകാരം പറഞ്ഞു: ഈ മന്ത്രം കൊണ്ട് ആരാധിക്കപ്പെടുന്നത് ഗോലോകനാഥനായിട്ടുള്ള ശ്രീകൃഷ്ണനാണ്. ത്രൈലോക്യ വിജയം എന്നാണ് കവചത്തിൻ്റെ പേര്. മന്ത്രകൽപ്പതരു എന്ന സർവകാമപ്രദമായ മന്ത്രമാണ് ശങ്കരൻ പരശുരാമന് നൽകിയത്. സ്വയംപ്രഭാ നദീതീരത്ത് പാരിജാത വനത്തിൽ ദേവലോക ആശ്രമത്തിൽ മാധവൻ്റെ സമീപത്തിരുന്നാണ് ശ്രീ മഹാദേവൻ ഈ മന്ത്രം ഉപദേശിച്ചത്.
മഹാദേവൻ പറഞ്ഞു, വത്സ, നീ എനിക്ക് സ്നേഹം കൊണ്ട് പുത്രനേക്കാൾ വലുതാണ്. ത്രൈലോക്യ വിജയം എന്ന കവചം ഞാൻ നിനക്ക് തരാം. പണ്ട് ശ്രീകൃഷ്ണൻ ഗോലോകത്തിൽ വച്ച് എനിക്ക് നൽകിയതാണ് ഈ കവചം. ഇത് അത്യന്തം മുഖ്യവും പുണ്യമുള്ളതുമാണ്. നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രം പറഞ്ഞു തരികയുമാണ്. ഈ കവചം ധരിച്ചുകൊണ്ടാണ് എനിക്ക് ത്രിപുരനെ കൊല്ലാൻ കഴിഞ്ഞത്. ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നതും ശേഷൻ ഭൂമിയെ വഹിക്കുന്നതും കൂർമ്മം ശേഷനെ വഹിക്കുന്നതും വായു സർവാധാരമായിരിക്കുന്നതും വരുണൻ സിദ്ധനും കുബേരൻ ധനവാൻ ആയിരിക്കുന്നതുമെല്ലാം ഇന്ദ്രൻ ദേവന്മാരുടെ അധിപതിയായിരിക്കുന്നതുമൊക്കെ ഈ കവചം ധരിക്കുന്നു എന്നുള്ള കാര്യം കൊണ്ടാണ്. കവചം ഇതാണ്. പ്രണവോ മേ ശിരപ്പാദു ശ്രീകൃഷ്ണായ നമഃ സദാ പായാത് കപാലം കൃഷ്ണായ സ്വാഹ പഞ്ചാക്ഷര സ്മൃത കൃഷ്ണേതി പാതു നേത്രേ ച കൃഷ്ണസ്വാഹേതി താരകം ഹരയേ നമഃ ഇത്യേവം പ്രോലതാം പാതു മേ സദാ. ഓം ഗോവിന്ദായ സ്വാഹേതി നാസികാം പാതു സന്തതം ഗോപാലായ നമോ ഗണ്ഡൗ പാതു മേ സർവദ സദാ. ഓം ഗോപാംഗനേശായ കർണൗ പാതു സദാ മമ. ഓം കൃഷ്ണായ നമഃ ശശ്വത് പാതു മേ ധരയുഗ്മകം. ഓം ഗോവിന്ദായ സ്വാഹേതി ദന്തൗഘം മേ സദാവതു പാതു കൃഷ്ണായ ദന്താധോ ദന്തോർധ്വം ക്ലീം സദാവതു. ഓം ശ്രീകൃഷ്ണായ സ്വാഹേതി ജിഹ്വികാം പാതു മേ സദാ. രാസേശ്വരായ സ്വാഹേതി താലുകം പാതു മേ സദാ. രാധികേശായ സ്വാഹേതി കണ്ഠം പാതു സദാ മമ. നമോ ഗോപാംഗനേശായ വക്ഷ പാതു സദാ മമ. ഓം ഗോപേശായ സ്വാഹേതി സ്കന്ധം പാതു സദാ മമ. നമഃ കിശോരവേഷായ സ്വാഹാ പൃഷ്ഠം സദാവതു. ഉദരം പാതു മേ നിത്യം മുകുന്ദായ നമഃ സദാ. ഓം ക്ലീം കൃഷ്ണായ സ്വാഹേതി കരൗ പാതു സദാ മമ. ഓം വിഷ്ണവേ നമോ ബാഹുയുഗ്മം പാതു സദാ മമ. ഓം ഹ്രീം ഭഗവതേ സ്വാഹ നഖരം പാതു മേ സദാ. ഓം നമോ നാരായണായേതി നഖരന്ധ്രം സദാവതു. ഓം ശ്രീം ക്ലീം പത്മനാഭായ നാഭി പാതു സദാ മമ. ഓം സർവേശായ സ്വാഹേതി കങ്കാലം പാതു മേ സദാ. ഓം ഗോപീനാം പ്രാണനാഥായ പാദൗ പാതു സദാ മമ. ഓം കേശവായ സ്വാഹേതി മമ കേശാൻ സദാവതു. നമഃ കൃഷ്ണായ സ്വാഹേതി ബ്രഹ്മരന്ധ്രം സദാവതു. ഓം മാധവായ സ്വാഹേതി മേ ലോമാനി സദാവതു. ഓം ഹ്രീം ശ്രീം രസികേശായ സ്വാഹാ സർവം സദാവതു. പരിപൂർണതമകൃഷ്ണ പ്രാച്യമാം സർവദാവതു. സ്വയം ഗോലോകനാഥോ മമാഗ്നേയാം ദിശി രക്ഷതു. പൂർണ്ണബ്രഹ്മസ്വരൂപശ്ച ദക്ഷിണേ മാം സദാവതു. നിരൃയം പാതു മാം കൃഷ്ണ പശ്ചിമേ പാതു മാം ഹരി. ഗോവിന്ദ പാതു മാം ശശ്വത്.
വായവ്യാം ദിശി നിത്യശഃ ഉത്തരേ മാം സദാ പാതു രസികാനാം ശിരോമണി ഐശാന്യാം മാം സദാ പാതു വൃന്ദാവനവിഹാരകൃത വൃന്ദാവനി പ്രാണനാഥ പാതു മാമൂർധ്വദേശത സദൈവ മാധവ പാതു ബലിഹാരീ മഹാബല ജലേ സ്ഥലേ ച അന്തരിക്ഷേ നൃസിംഹ പാതു മാം സദാ സ്വപ്നേ ജാഗരണേ ശശ്വത് പാതു മാം മാധവ സദാ സർവാന്തരാത്മാ നിർലിപ്ത പാതു മാം സർവതോ വിഭൂ. ഓം. ഈ കവചം കണ്ഠത്തിലോ വലത്തെ കയ്യിലോ ബന്ധിക്കുന്നവൻ വിഷ്ണു തന്നെയായി മാറും. സംശയമില്ല. ഈ കവചസിദ്ധി കൈവന്നു കഴിഞ്ഞാൽ ജീവൻ മുക്തനാവുന്നതാണ്. 1,000,000 വർഷം പൂജ ചെയ്ത ഫലവും 1000 രാജസൂയ യാഗം ചെയ്ത ഫലവും അവന് ലഭിക്കുന്നതാണ്. മഹാദാനങ്ങൾ ചെയ്ത ഫലവും ഭൂമിയെ പ്രദക്ഷിണം വെച്ച ഫലവും ലഭിക്കുന്നതാണ്. 10 ലക്ഷം പ്രാവശ്യം ജപിച്ചാൽ സിദ്ധകവചനായിത്തീരും. അയാൾ സർവജ്ഞനുമായിത്തീരും. ഈ കവചം മനസ്സിലാക്കാതെ കൃഷ്ണനെ കോടി കൽപ്പങ്ങൾ ഭജിച്ചു പോലും മന്ത്രസിദ്ധി കൈവരണമെന്നില്ല. ഈ കവചം മറ്റാർക്കും ഉപദേശിക്കരുത്. ഇപ്രകാരം നാരായണ മഹർഷി നാരദന് കവചമന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ശ്രീ പരമേശ്വരൻ തൻ്റെ ശത്രുക്കളെ നശിപ്പിക്കുന്നതിനായി പരശുരാമന് നൽകിയ കവചമാണ് ഇത്. ഇതോടൊപ്പം തന്നെ മഹാദേവൻ ശ്രീകൃഷ്ണൻ്റെ മന്ത്രവും സ്തോത്രവും നൽകുന്നുണ്ട്. ബ്രഹ്മവൈവർത്ത പുരാണത്തിലെ ഗണപതി ഖണ്ഡം 32-ാം അധ്യായത്തിലാണ് കൃഷ്ണസ്തോത്രവും മന്ത്രവും വരുന്നത്. അതുകൂടി ഭക്തജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. കവചം ലഭിച്ചു കഴിഞ്ഞപ്പോൾ പരശുരാമൻ മന്ത്രവും സ്തോത്രവും ഉപദേശിച്ചു തരണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. തുടർന്ന് ശ്രീ മഹാദേവൻ ഇപ്രകാരം മന്ത്രം ഉപദേശിച്ചു. ഓം ശ്രീം നമ ശ്രീകൃഷ്ണായ പരിപൂർണതമായ ച സ്വാഹ. ഇതാണ് മന്ത്രം. ഈ മന്ത്രം 5 ലക്ഷം പ്രാവശ്യം ലഭിച്ചാൽ സിദ്ധനായി മാറുന്നതാണ്. ഈ സിദ്ധൻ്റെ കയ്യിൽ ലോകം മുഴുവൻ ഒതുങ്ങുന്നു എന്നാണ് പറയപ്പെടുന്നത്. സമുദ്രം പാനം ചെയ്യാനും ലോകത്തെ മുഴുവൻ സംഹരിക്കുവാനും അയാൾ സമർത്ഥനായിത്തീരും. അയാളുടെ സ്പർശന മാത്രയിൽ തന്നെ ഏത് തീർത്ഥവും പവിത്രമായി മാറും. അടുത്തതായി മഹാദേവൻ സ്തോത്രമാണ് നൽകുന്നത്. നവീന ജലദശ്യാമം നീലേന്ദീവരലോചനം ശരത്പർവണചന്ദ്രാസ്യം ഈഷധ്യാസ്യം മനോഹരം കോടികന്ദർപ്പലാവണ്യം ലീലാധാമമനോഹരം രത്നസിംഹാസനസ്ഥം തം രത്നഭൂഷണഭൂഷിതം ചന്ദനോക്ഷിതസർവാംഗം പീതാംബരധരം വരം വീക്ഷ്യമാണം ച ഗോപീഭിः സസ്മിതാഭിശ്ച സന്തതം പ്രഫുല്ലമാലതീമാലാവനമാലാവിഭൂഷിതം ദധതം കുന്ദപുഷ്പാഢ്യം ചൂഢാം ചന്ദ്രകചർച്ചിതാം പ്രഭാം ക്ഷിപന്തി നഭസശ്ചന്ദ്രതാരാന്വിതസ്യ ച രത്നഭൂഷിതസർവാംഗം രാധാവക്ഷസ്ഥലസ്ഥിതം സിദ്ധേന്ദ്രൈശ്ച മുനീന്ദ്രൈശ്ച ദേവേന്ദ്രൈ പരിസേവിത ബ്രഹ്മവിഷ്ണുമഹേശൈശ്ച ശ്രുതേശ്ച സ്തുതം ഭജേ. ഇപ്രകാരം ധ്യാനിച്ച ശേഷം കവചമന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. പുരാണത്തിലെ ഇനിയുള്ള ഭാഗങ്ങളിൽ ഭദ്രകാളി കവചം, ശിവകവചം, മറ്റു വിശിഷ്ടമായിട്ടുള്ള മന്ത്രങ്ങൾ എന്നിവയൊക്കെയാണ് ഉള്ളത്. അതിവിശിഷ്ടമായ കവചങ്ങൾ കൊണ്ടും നിരവധി മന്ത്രങ്ങൾ കൊണ്ടും മറ്റ് പലതരത്തിലുള്ള അറിവുകൾ കൊണ്ടും സമൃദ്ധമാണ് ബ്രഹ്മവൈവർത്ത പുരാണം. തുടർന്നുള്ള മന്ത്രപുഷ്പങ്ങളടങ്ങുന്ന അധ്യായങ്ങൾ പ്രണവപ്രകാശത്തിൻ്റെ അടുത്ത ഭാഗങ്ങളിൽ നൽകുന്നതാണ്. ഈ ശ്രീകൃഷ്ണ കവചം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. വ്യാഴാഴ്ച തോറും പ്രഭാതത്തിൽ ഈ കവചമന്ത്രം ജപിക്കുന്ന വ്യക്തിക്കും കുടുംബത്തിനും ഒരിക്കലും പരാജയം സംഭവിക്കില്ല. എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം
കവചമായി അവരെ കാത്തുരക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് ശത്രുദോഷമോ ആഭിചാരദോഷമോ മറ്റു കഷ്ടകാലമോ ദുരിതങ്ങളോ ഒന്നും തന്നെ ഈ മഹാമന്ത്രം ജപിക്കുന്നവരുടെ പരിസരത്ത് പോലും എത്തില്ല എന്നതാണ് വാസ്തവം. ശ്രീ മഹാദേവനും ശ്രീകൃഷ്ണ പരമാത്മാവും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.